സംസ്ഥാനത്തെ റേഷൻ വിതരണം താറുമാറായി. 10 മണിയോടെ ഇപോസ് മെഷീൻ തകരാറിലായതിനെ തുടർന്നാണ് റേഷൻ മുടങ്ങാൻ കാരണം പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. അതിനിടെ റേഷൻ കട വ്യാപാരികളുമായി ജൂലൈ 4-ന് ചർച്ച നടത്തുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ പറഞ്ഞു. അടുത്ത മാസം 8, 9 തീയതികളിൽ റേഷൻ വ്യാപാരികൾ സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ചർച്ച. യോഗം വിളിച്ചിട്ടുണ്ട്. അത്തരമൊരു സമരം അവർ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് നിലപാടുകൾക്കെതിരായിട്ടാണെന്നാണ്, അതിൽ ഫോക്കസ് ചെയ്യുന്നതാണ് പറയുന്നത്. എന്തായാലും അവരുമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ്. VA ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഇപോസ് മെഷീൻ തകരാറിലാവുന്നത് നിത്യസംഭവമായി മാറുന്നു. ഇന്നലെയും സമാനമായ പ്രതിസന്ധി രൂപപ്പെട്ടതാണ്, റേഷൻ വിതരണം തടസ്സപ്പെട്ടതാണ്. ഇന്നും അതുപോലെ തന്നെ സംഭവിക്കുന്നു. എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? ആ പ്രശ്നം പരിഹരിക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമം എങ്ങനെ? വിശദാംശങ്ങൾ എങ്ങനെ ഗിരീഷ്? രഞ്ജിത്ത്, ഇന്നും സംസ്ഥാനത്ത് റേഷൻ വിതരണം മുടങ്ങിയിരിക്കുകയാണ്. രാവിലെ 10 മണിയോടെ ഇപോസ് മെഷീൻ തകരാറിലാവുകയായിരുന്നു. ഇതാണ് റേഷൻ വിതരണം മുടങ്ങാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. റേഷൻ വ്യാപാരികൾ ആധാർ ഓതന്റിഫിക്കേഷൻ നൽകാൻ ശ്രമിക്കുമ്പോൾ ഇത് പരാജയപ്പെടുകയാണ്. മൊബൈലിൽ OTP വഴിയും ഇപ്പോൾ റേഷൻ വിതരണം നടക്കുന്നില്ല. ഇതും സാങ്കേതികമായി പരാജയപ്പെടുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വിഷയം നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഈ ഇപോസ് മെഷീന്റെ തകരാറ് വഷളായത്. തുടർന്ന് ഇന്നലെ വൈകുന്നേരം റേഷൻ വിതരണം മുടങ്ങിയിരുന്നു. ഇന്നും രാവിലെ പൂർണ്ണമായും ഇപ്പോൾ റേഷൻ വിതരണം മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. IT സെല്ലിനോട് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഭക്ഷ്യവകുപ്പ് നൽകിയിരുന്നു. പക്ഷേ അവർക്കും ഈ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ ഇതുവരെ കഴിയുന്നില്ല. ഇതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. ഏതായാലും ഈ മാസത്തെ റേഷൻ വിതരണം അടുത്ത 5 ദിവസം കൂടി നീട്ടിയിട്ടുമുണ്ട്. രജിത്ത്, ഗിരീഷ്, ഒപ്പം തന്നെ ഈ സമരം തീർക്കാനുള്ള ഒരു ഇടപെടലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. വേതന പാക്കേജ് പരിഷ്കരിക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ സമരക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. അതിൽ ഒരു സമവായം പ്രതീക്ഷിക്കുന്നുണ്ടോ സർക്കാർ ചർച്ചയിൽ? ഈ വിഷയത്തിൽ സർക്കാർ നേരത്തെ തന്നെ സർക്കാരിന് റേഷൻ വ്യാപാരികളുടെ സംഘടനകൾ നിവേദനം നൽകിയിരുന്നതാണ്. ഈ വിഷയത്തിൽ അടിയന്തരമായി ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് റേഷൻ വ്യാപാരികൾ അറിയിച്ചിരുന്നതുമാണ്. എന്നാൽ സർക്കാർ ഇക്കാര്യത്തിൽ ബാക്കി പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം റേഷൻ വ്യാപാരികളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാം എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ നിലപാട്. തുടർന്നാണ് ഇവർ സമരം പ്രഖ്യാപിച്ചത്. 8 മുതൽ സമരം പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സർക്കാർ ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. റേഷൻ വ്യാപാരികളുടെ വേതനം കാലാനുസൃതമായി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല സമീപനം ഉണ്ടാകുമെന്നുള്ളതാണ് റേഷൻ വ്യാപാരികളുടെ സംഘടനകൾ പ്രതീക്ഷിക്കുന്നത്. സർക്കാരാകട്ടെ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നതിനാൽ ഇതെങ്ങനെ പരിഹരിക്കും എന്ന ഒരു ആശങ്കയിലുമാണ്. ഏതായാലും ചർച്ചയിൽ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇരു കൂട്ടരുടെയും പ്രതീക്ഷ അറിയിച്ചത്. ശരി, VA ഗിരീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.